രൂപിണി എന്ന് പറയുന്ന നടിക്ക് എം ടിയുടെ സിനിമ ഡബ് ചെയ്യുന്ന സമയത്ത് എം ടി സാർ ഇല്ലായിരുന്നു അവിടെ. സാധാരണ എം ടി സാർ ഇല്ലാതെ എം ടി സാറിന്റെ പടം ഡബ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്, എനിക്കിത് കിട്ടണം, ഇതിൽ ഒരു ദീർഘമോ ഒരു വള്ളിയോ ഒരു കുത്തോ മാറ്റരുത് എന്ന് ഇത്രയും കർക്കശമായി പറയുന്ന ഒരു കഥാകൃത്തിനെയോ നമ്മൾ സിനിമയിൽ കാണാനേ പറ്റില്ല. മറ്റേതൊക്കെ നമ്മൾ ആണോ പോണുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതങ്ങനെയല്ല, ആണോ പോണുണ്ടോ എന്ന് തന്നെ ചോദിക്കണം എന്ന് പറയുന്ന ഒരു സാറില്ല. അപ്പം അവരെന്തോ പറയുന്നു ആ നടി, ഇതെന്താ ഈ പറയുന്നത്, ഒരു പിടിയില്ല. സാൻ ആ പോർഷൻ അങ്ങനെയും മറ്റേ ബാക്കിയുള്ളവരൊക്കെ എവിടെ, അവരെല്ലാം പിന്നെ തരാതെ മാന്യരീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് അപ്പം അല്ല ഒന്നുകൂടെ പ്ലേ ചെയ്യൂ പറഞ്ഞു. അപ്പം മമ്മൂട്ടി ചോദിക്കുന്നു, അല്ല ബാക്കിയുള്ളവരൊക്കെ എവിടെ, അവരല്ല ചില മണ്ണിടിക്കാൻ പോയോ, അതെന്താ, ശരി അത് മാറ്റി വയ്ക്കാം. കുറേ കഴിഞ്ഞ് എം ടി സാറ് വന്നു. അപ്പോൾ എം ടി സാർ വന്നപ്പോൾ സാർ ഈ ഡയലോഗ്, ബാക്കിയുള്ളവരൊക്കെ എവിടെ, അവരൊക്കെ തറവാട്ടിൽ മഞ്ഞളിടിക്കുകയാണ്. ഇതാണ് ഡയലോഗ്. വന്ദനം എന്ന് പറയുന്ന സിനിമയിൽ അവർക്ക് മലയാളം എന്നൊരു ലാംഗ്വേജ് ഉണ്ടോ എന്ന് പോലും അവർക്ക് അറിയില്ല. അപ്പൊ അവര് കൂടുതലും അതിൽ ഇംഗ്ലീഷാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ചെയ്ത സീൻ ഐ ലവ് യു മാത്രമാണ്. അത് ഇംഗ്ലീഷിലായതുകൊണ്ട് ബാക്കി കുറേ സീന് ഇംഗ്ലീഷിലാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളത് മലയാളത്തിൽ പറയുക. അതുപോലെ തന്നെ ചന്ദ്രലേഖ സമയത്ത് പൂജാപത്രയ്ക്ക് ഡബ് ചെയ്യുമ്പോഴും ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പൊ കാണുമ്പോഴേ എനിക്ക് തോന്നാറുണ്ട്, അത് അവരങ്ങനെ പറഞ്ഞെങ്കിലും ഞാനത് ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, എന്താ എനിക്കത്. അപ്പൊ എന്ത് പറ്റും, ഡയറക്ടർ എങ്ങനെയെങ്കിലും അതൊന്ന് ഒപ്പിച്ചു കിട്ടിയല്ലോ, അങ്ങനെ ഒരു ഇതിലേക്ക് വരും.